മഹാഭാരത ചരിത്രത്തിലൂടെ ഒരു തീർത്ഥാടന യാത്ര. ഈ തീർത്ഥാടന യാത്രയിലേക്ക് ബഡ്ജറ്റ് ടൂറിസം സെൽ KSRTC എല്ലാ തീർത്ഥാടകരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. മഹാഭാരത കാലത്ത് പാണ്ഡവർ അജ്ഞാതവാസം നടത്തിയിരുന്നു എന്ന് ഐതിഹ്യം പറയുന്ന പാണ്ഡവൻ പാറയുള്ള ചെങ്ങന്നൂരിൽ നിന്നും ആരംഭിക്കുന്ന ഈ തീർത്ഥാടന യാത്രയിൽ ധർമ്മ സംസ്ഥാപനാർത്ഥം അവതരിച്ച ശ്രീകൃഷ്ണനെ തൃച്ചിറ്റാറ്റിലും ദുഷ്ടനിഗ്രഹാർത്ഥം അവതരിച്ച ശ്രീകൃഷ്ണനെ തൃപ്പുലിയൂരിലും മുരളിയൂതി ഗോക്കളെ മേയിക്കുന്ന ഗോശാലകൃഷ്ണനെ തിരുവൻവണ്ടൂരിലും സർവോപനിഷത് സാര സർവസ്വമായ ഗീത ഉപദേശിച്ച ഭഗവാന്റെ ദിവ്യരൂപത്തെ തിരുവാറന്മുളയിലും കണ്ടു തൊഴുത് തിരുവാറന്മുളയപ്പന്റെ തിരുവോണത്തോണിയും പള്ളിയോടങ്ങളും കണ്ട് വള്ളസദ്യയും കഴിച്ച് ആറന്മുളയുടെ സ്വന്തം ലോഹക്കണ്ണാടിയും കണ്ട് നമ്മൾ യാത്ര തുടരുകയാണ്. കവിയോ തൃക്കാക്കുടി ഗുഹാക്ഷേത്രത്തിലൂടെ അഗ്നിഭഗവാനിൽ നിന്ന് ലഭിച്ച അത്ഭുത നാരായണ വിഗ്രഹം തൃക്കൊടിത്താനത്തും തൊഴുത് പാണ്ഡവർക്കാവ് ദേവീക്ഷേത്രത്തിൽ അവസാനിക്കുമ്പോൾ നമ്മൾ ഭക്തിയുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാകുകയാണ്. തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം. പഞ്ചപാണ്ഡവരിൽ ഇളയ സഹോദരനായ സഹദേവൻ ആരാധിച്ചിരുന്ന വിഗ്രഹമാണ് തൃക്കൊടിത്താനത്തെ മഹാവിഷ്ണു പ്രതിഷ്ഠ. സഹദേവന് മാത്രം ആരാധനയ്ക്ക് പറ്റിയ വിഗ്രഹം ലഭിക്കാതെ വന്നപ്പോൾ സഹദേവൻ അഗ്നിയിൽ ചാടി മരിക്കുവാൻ ഉറച്ചു. അപ്പോൾ ഒരുക്കപ്പെട്ട അഗ്നികുണ്ഡത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ട വിഗ്രഹമാണ് തൃക്കൊടിത്താനത്തെ മഹാവിഷ്ണു വിഗ്രഹം. അത്ഭുത നാരായണൻ എന്ന പേരിലും ഭഗവാൻ അറിയപ്പെടുന്നു. ചതുർബാഹുവായ മഹാവിഷ്ണുവാണ് പ്രധാന പ്രതിഷ്ഠ. 2 കൊടിമരമുള്ള ക്ഷേത്രമെന്ന നിലയിലും ഏറെ പ്രസക്തിയുണ്ട് ഈ ക്ഷേത്രത്തിന്. നരസിംഹമൂർത്തിക്ക് ഇവിടെ തുല്യ പ്രാധാന്യമുണ്ട്. 4 അമ്പലത്തിന് പുറത്ത് പ്രദക്ഷിണ വെച്ച ശേഷമേ അകത്തേക്ക് പ്രവേശിക്കാവൂ. ആനക്കൊട്ടിൽ ആറാട്ടു മണ്ഡപം പഞ്ചതീർത്ഥക്കുളം ചേർന്നതാണ് ക്ഷേത്ര സമുച്ചയം. പ്രധാന വഴിപാടുകൾ അർച്ചന, ശർക്കര പായസം. തിരുവൻവണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രം. പാണ്ഡവരിൽ 4ാമനായ നകുലന്റെ തേവാരമൂർത്തിയായ മഹാവിഷ്ണുവാണ് തിരുവൻവണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. മറ്റു പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിലെ പോലെ തന്നെ ചതുർബാഹു വിഷ്ണു വിഗ്രഹമാണ് തിരുവൻവണ്ടൂരിലെ പ്രതിഷ്ഠ. സ്ഥലനാമം തന്നെ പാണ്ഡവപുരി എന്നും അറിയപ്പെട്ടിരുന്നു. വലിയ വണ്ടുകൾ കാണപ്പെട്ട സ്ഥലം എന്നുകൂടി അർത്ഥമുണ്ട് തിരുവൻവണ്ടൂരിന്. തിരുപാണ്ഡവപുരി എന്നും പ്രദേശം അറിയപ്പെട്ടിരുന്നു. നമ്മാൾവാരുടെ ചരിത്രത്തിലും ഇത് സൂചിപ്പിക്കുന്നു. തൊട്ടടുത്ത സ്ഥലമാണ് വനവാസക്കര. അതിപ്പോൾ വനവാതുക്കര എന്നറിയപ്പെടുന്നു. തൊട്ടടുത്ത മറ്റൊരു സ്ഥലം പാണ്ഡവനാട്, പിന്നീട് പാണ്ഡനാട് എന്നും അറിയപ്പെടുന്നു. വനവാസകാലത്ത് കഠിന തപസ്സിലൂടെ പാഞ്ചാലി അക്ഷയപാത്രം സ്വന്തമാക്കിയതും തിരുവൻവണ്ടൂരിൽ വെച്ചാണ്. മനോഹര ശില്പങ്ങൾ ഉപയോഗിച്ച് 2 നിലവട്ട ശ്രീകോവിൽ പണികഴിപ്പിച്ചു. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവുമായും ബന്ധപ്പെട്ട ഒരു ചരിത്രം കൂടിയുണ്ട്. അമ്പലപ്പുഴ മഹാരാജാവ് ലക്ഷണമൊത്ത വിഗ്രഹം തേടി ഭടന്മാരെ അയച്ചപ്പോൾ ഇവിടെയുണ്ടായിരുന്ന മേൽശാന്തി കൃഷ്ണവിഗ്രഹം മാറോടെടുത്ത് സമീപത്തുണ്ടായിരുന്ന ആറ്റിൽ ചാടി ആത്മാഹുതി ചെയ്തു. അന്നുണ്ടായിരുന്ന മഹാവിഷ്ണു വിഗ്രഹത്തിന്റെ ഉപവിഗ്രഹമായിരുന്ന ഗോശാലകൃഷ്ണന്റെ വിഗ്രഹം എടുക്കാൻ വേണ്ടിയാണ് അവർ തേടി വന്നത്. അങ്ങനെ വന്നപ്പോൾ പൂജാരിയായ ബ്രാഹ്മണൻ കൃഷ്ണവിഗ്രഹം ഇളക്കിയെടുത്ത് ജലാധിവാസക്രിയ നടത്തി. പമ്പയുടെ കൈവഴികളിലൊന്നായ ആറ്റിലാണ് നടത്തിയത്. പിന്നീട് കാലാന്തരത്തിൽ ചിത്രകാരൻ കൂടിയായ ഒരു പണ്ഡിതൻ ഈ ജലാധിവാസ ക്രിയയുടെ സ്വപ്നദർശനമുണ്ടായി. അതിനെ തുടർന്ന് 51 ദിവസം കുഴിച്ച് ആ കൃഷ്ണവിഗ്രഹം തിരിച്ചെടുക്കുകയും പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ചെങ്ങന്നൂരിൽ നിന്ന് തിരുവല്ലപ്പാതയിൽ പ്രാവിൻകൂട് ജംഗ്ഷനിൽ നിന്ന് 2 കിലോമീറ്റർ അകലെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഈ ക്ഷേത്രത്തിലെ വഴിപാടുകൾ അർച്ചന, പാൽപായസം, കടുംപായസം. ഭൃഗുമുനി പ്രതിഷ്ഠിച്ച വൈഷ്ണവ തേജസേ നകുലന്റെ തേവാരമൂർത്തേ. തൃച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രം. ചതുർബാഹുക്കളോട് കൂടിയ മഹാവിഷ്ണുവിന്റെ ശിലാവിഗ്രഹമാണ് തൃച്ചിറ്റാറ്റിലെ പ്രതിഷ്ഠ. യുധിഷ്ഠിരന്റെ തേവാരമൂർത്തിയാണ് ഇവിടെ കുടികൊള്ളുന്നത്. പഴയ പ്രതിഷ്ഠയിൽ ചക്രത്തിന് പകരം ശംഖേന്തി നിൽക്കുന്ന വിഗ്രഹരൂപമായിരുന്നു ഉണ്ടായിരുന്നത്. ക്ഷേത്ര പുനരുദ്ധാരണത്തിൽ വലതു കൈയിൽ ചക്രം ഏന്തി നിൽക്കുന്ന രൂപമായി ഇപ്പോൾ നിലനിൽക്കുന്നു. ധർമ്മിഷ്ഠനായതുകൊണ്ടും ശാന്തി ഇഷ്ടപ്പെട്ടതുകൊണ്ടുമാകാം ചക്രത്തിന് പകരം ശംഖ് ഏന്തി നിൽക്കാൻ ഭഗവാൻ ഇഷ്ടപ്പെട്ടതെന്ന് പുരാണ പണ്ഡിതർ ചൂണ്ടിക്കാട്ടുന്നു. തൃച്ചിറ്റാറ്റിനും ഒരു ഐതിഹ്യമുണ്ട്. മഹാഭാരത യുദ്ധത്തിൽ അശ്വത്ഥാമാവ് കൊല്ലപ്പെട്ടു എന്ന് അസത്യം പറയുകയാൽ അതിന്റെ പശ്ചാത്താപത്തിൽ പാപം കഴുകിക്കളയുവാനായി ധർമ്മപുത്രർ തൃച്ചിറ്റാറ്റിൽ വന്ന് കുളിച്ചു ഭജനയിരുന്ന് എന്നും സങ്കല്പമുണ്ട്. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഭജനയിരിക്കുന്നതും മറ്റും മനഃശാന്തിയും പാപമുക്തിയും കൈവരിക്കാൻ ഭക്തരെ സഹായിക്കും എന്നും ഒരു വിശ്വാസം നിലവിലുണ്ട്. ധർമ്മിഷ്ഠനായതുകൊണ്ട് ഭഗവാൻ ആര് വന്നാലും ധർമ്മം കൊടുക്കും എന്ന ഒരു വിശ്വാസവുമുണ്ട്. ചെങ്ങന്നൂരിൽ നിന്നും തിരുവല്ല റോഡിൽ 2 കിലോമീറ്റർ ദൂരത്തിൽ പാണ്ടനാട് റോഡിലേക്ക് പോകുമ്പോൾ
കിലോമീറ്റർ പിന്നിടുമ്പോൾ തന്നെ ക്ഷേത്ര കവാടം കാണാം. ഇവിടെ പാത 2 വഴികളിലായി പിരിയുന്നു. ഒന്ന് മുണ്ടൻകാവിലേക്കും 2 പാണ്ടനാട് മാന്നാർ പ്രദേശത്തേക്കും. ഈ ക്ഷേത്രത്തിലെ വഴിപാടുകൾ പാൽപ്പായസം, കടുംപായസം. തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രം കരിമാണിക്കത്തുമലയെന്നറിയപ്പെടുന്ന കുന്നിൻമുകളിലാണ് തൃപ്പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രം കുടികൊള്ളുന്നത്. കരിമാണിക്കത്തുമലയുടെ വടക്കുഭാഗം പുലികൾ വിഹരിച്ചിരുന്ന വനമായിരുന്നു. പുലികളുടെ ഊരാണ് പുലിയൂർ ആയി മാറിയത്. വ്യാഘ്രപുരം എന്നൊരു പേരും പുലിയൂരിനുണ്ടായി. പാണ്ഡവരിൽ 2ാമനായ ഭീമസേനൻ ആരാധിച്ചിരുന്ന വിഗ്രഹമാണ് തൃപ്പുലിയൂരിലുള്ളത്. അതുകൊണ്ട് തന്നെ ഭീമസേന തിരുപ്പതിയെന്നും ഭഗവാനെ വിശേഷിപ്പിക്കുന്നു. നരസിംഹ കലയോടുകൂടിയ മഹാവിഷ്ണുവാണ് പ്രധാന പ്രതിഷ്ഠ. ക്ഷേത്രത്തിലെ വിളക്കുമാട സ്ഥാപിച്ചിരിക്കുന്നത് കല്ലുകൊണ്ടാണ്. നമസ്കാര മണ്ഡപത്തിന്റെ തെക്കുവശത്ത് യക്ഷിയുടെ കണ്ണാടി പ്രതിഷ്ഠയാണുള്ളത്. ക്ഷേത്രത്തിലെ ഉപദേവതകളിൽ പ്രധാനവും ഇതാണ്. ഭീമന്റെ ഗദയുടെ പ്രതിഷ്ഠയും ക്ഷേത്രത്തിനു മുൻപായി രൂപം കൊള്ളുന്നു. മയദത്തം എന്ന് ഇതറിയപ്പെടുന്നു. ഊട്ടുപുരയും ക്ഷേത്രക്കുളവും പടിഞ്ഞാറേ നടയിലെ ആൽമരവും പ്രത്യേകതകളാണ്. ഉത്സവത്തിന് വേലകളിയും എഴുന്നള്ളിപ്പിന് മുത്തുക്കുട ചൂടലും പ്രത്യേകതകളായിരുന്നു. വർഷത്തിൽ 1 ദിവസം മാത്രമേ പടിഞ്ഞാറേ നട തുറക്കുകയുള്ളൂ. മകരം 28-ാം തീയതിയിൽ മാത്രം. ചെങ്ങന്നൂരിൽ നിന്ന് മാവേലിക്കര പാതയിൽ 4 കിലോമീറ്റർ കഴിയുമ്പോൾ പുലിയൂർ മഹാവിഷ്ണു ക്ഷേത്രമായി. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ അർച്ചന, ചതുശ്ശതം, പാൽപ്പായസം, കടുംപായസം. തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം പാണ്ഡവരിൽ 3ാമത്തെ അംഗം അർജുനൻ ആരാധിച്ചിരുന്ന ശ്രീകൃഷ്ണ വിഗ്രഹമാണ് തിരുവാറന്മുള ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നിലയ്ക്കൽ നാരായണപുരത്ത് പ്രതിഷ്ഠിച്ചിരുന്ന തേവാര വിഗ്രഹം നിലനിന്ന ആ സ്ഥലം കാലാന്തരത്തിൽ വാസയോഗ്യമല്ലാതെയായി. അപ്പോൾ ഭഗവാൻ സ്വയം തന്റെ ക്ഷേത്ര നിർമ്മിതിക്കായി 6 മുളകൾ കൊണ്ട് തീർത്ത ചങ്ങാടത്തിൽ പമ്പാനദിയിലൂടെ ഒഴുക്കിക്കൊണ്ടുവന്നു ആറന്മുളയിൽ പ്രതിഷ്ഠിക്കുകയുമായിരുന്നു. താഴ്ന്ന പ്രദേശമായതിനാൽ ക്ഷേത്രത്തിൽ വെള്ളം കയറാതിരിക്കാൻ ഭൂതഗണങ്ങളെക്കൊണ്ട് മണ്ണിട്ടുയർത്തിയെന്നും ഐതിഹ്യം. പൂർവാഭിമുഖമാണ് ക്ഷേത്ര ദർശനം. 18 കരിങ്കൽ പടവുകൾ കയറി വേണം ക്ഷേത്രത്തിലെത്താൻ. മൂലവിഗ്രഹം 4 തൃക്കൈകളോടുകൂടി നിൽക്കുന്ന മഹാവിഷ്ണു വിഗ്രഹമാണിവിടെ. 6 അടിയോളം ഉയരമുള്ള വിഗ്രഹമാണിത്. മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വലം കൈയിൽ സുദർശന ചക്രവും ഇടം കൈയിൽ ശംഖുമാണ്. താഴെ ഇടത്ത് കൈയിൽ ഗദയും വലത് കൈയിൽ താമരപ്പൂവുമാണ്. പാർശ്വത്തിൽ മഹാലക്ഷ്മിയും ഭൂമിദേവിയും ഭഗവാനെ പരിസേവിക്കുന്നു. ആറന്മുള പാർത്ഥസാരഥിക്ക് ഇഷ്ടപ്പെട്ട വഴിപാടാണ് അന്നദാനം. ആറന്മുളയൂട്ട്, തിരുവോണ സദ്യ, വള്ളസദ്യ എന്നിങ്ങനെ എല്ലാ ആഘോഷ ദിവസങ്ങളിലും വർഷം തോറും ക്ഷേത്രത്തിൽ അന്നദാന വഴിപാട് നടത്തിവരുന്നു. ചിങ്ങമാസത്തിൽ ഉത്രട്ടാതിക്കാണ് പാർത്ഥസാരഥിയുടെ പ്രതിഷ്ഠ ആറന്മുളയിൽ നടന്നത്. അർജുനന്റെ ജന്മദിനവും അന്നാണ്. ഉത്രട്ടാതി വള്ളംകളി ആറന്മുളയിൽ അന്നാണ് നടക്കുന്നത്. പ്രധാന വഴിപാടുകൾ അർച്ചന, പാൽപ്പായസം, കടുംപായസം. പള്ളിയോടങ്ങളും വള്ളസദ്യയും. ആറന്മുളയിലാകട്ടെ ചുണ്ടൻ വള്ളത്തിന്റെ മാതൃക പുനർനിർമ്മിക്കപ്പെട്ടത് മറ്റൊരു തരം യുദ്ധത്തിനായിരുന്നു. പാർത്ഥസാരഥിക്ക് ഓണസദ്യ ഒരുക്കാൻ വിഭവങ്ങളുമായി കാട്ടൂർ മഠത്തിൽ നിന്ന് തിരുവോണ തോണിയിൽ വരുന്ന മങ്ങാട്ടു ഭട്ടതിരിയെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാനാണ് ഇവിടെ ചുണ്ടൻ വള്ളം നിർമ്മിച്ചത്. മുണ്ടപ്പുഴ തച്ചന്മാരാണ് ഇന്ന് കാണുന്ന പള്ളിയോടങ്ങൾ നിർമ്മിച്ചത്. അത് നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ 52 എണ്ണമായി. കുട്ടനാട്ടിലെ ചുണ്ടൻ വള്ളങ്ങളെ അപേക്ഷിച്ച് പള്ളിയോടങ്ങൾക്ക് 5-6 കോൽ നീളം കുറവായിരിക്കും. കുട്ടനാട്ടിലെ വള്ളങ്ങളുടെ അമരം, അതായത് പിൻഭാഗം, കൂമ്പ്, അതായത് മുൻഭാഗം എന്നിവ വെള്ളത്തിനോട് ചേർന്ന് കിടക്കുമ്പോൾ പള്ളിയോടങ്ങളുടെ 3/2 ഭാഗം മാത്രമേ ജലത്തിൽ സ്പർശിക്കുകയുള്ളൂ. മുൻഭാഗവും അഥവാ അണിയം, പിൻവശവും അഥവാ അമരം യഥാക്രമം 6 മുതൽ 18 അടി വരെ ജലനിരപ്പിൽ നിന്ന് ഉയർന്നാണ് നിൽക്കുന്നത്. അതുപോലെ വള്ളത്തിന്റെ വീതി കുട്ടനാടൻ വള്ളങ്ങളെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. പള്ളിയോടത്തിലെ 64 തുഴച്ചിൽക്കാർ, 64 കലകളും കൂമ്പത്ത് ഉള്ള 8 തുഴക്കാർ, അഷ്ടദിക് പാലകന്മാരും, കന്നൽ കുമിളകൾ സൂര്യചന്ദ്രന്മാരായും അമരച്ചാർത്തിലെ 9 കുമിളകൾ നവഗ്രഹങ്ങളായും സങ്കല്പിക്കപ്പെടുന്നു. 4 അമരക്കാർ 4 വേദങ്ങളായാണ് സങ്കല്പിക്കുന്നത്. അമരം എന്ന വാക്കിന്റെ എല്ലാ അർത്ഥവും പ്രയോഗത്തിൽ കാണുന്ന ഒന്നാണ് പള്ളിയോടം. അമരക്കാർ നിയന്ത്രിക്കുന്നിടത്തേക്കാണ് പള്ളിയോടം സഞ്ചരിക്കുന്നത്. നദിയുടെ മധ്യത്തിൽ ചവിട്ടിത്തിരിക്കുവാൻ കഴിയുന്ന തരത്തിലാണ് നിർമ്മിതി. കേവലം തടിയിൽ നിർമ്മിച്ച ജലയാനം എന്നതിലുപരി പവിത്രമായ സങ്കല്പത്തിലാണ് പള്ളിയോടങ്ങളെ വിശ്വാസികൾ കാണുന്നത്. പാർത്ഥസാരഥിയുടെ ഭക്തിയിൽ നിർമ്മിക്കപ്പെട്ട ഓരോ വള്ളത്തിലും ഭഗവാൻ പള്ളികൊള്ളുന്നു എന്നാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ടാണ് കാഴ്ചയിൽ ചുണ്ടൻ വള്ളം പോലെയെങ്കിലും അവയെ പള്ളിയോടം എന്ന് വിളിക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് എങ്ങനെ പ്രവേശിക്കുന്നോ അതേ നിഷ്ഠയോടെ പള്ളിയോടത്തിലും പ്രവേശിക്കണം എന്നതാണ് ആചാരം.
അതുകൊണ്ട് തന്നെ ഭഗവത് സങ്കല്പത്തിൽ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പൂജിച്ച മാല വെള്ളത്തിൽ ചാർത്തി അമരച്ചാർത്തും ബാണക്കൊടിയും ഉയർത്തിയാൽ പിന്നെ വെള്ളമുണ്ടും തലയിൽ കെട്ടിയ തോർത്തും മാത്രമാണ് പള്ളിയോടത്തിൽ കയറുന്നവരുടെ വേഷം. പള്ളിയോടങ്ങൾക്കായി നൽകുന്ന വിശേഷാൽ വഴിപാടാണ് വള്ളസദ്യ. പള്ളിയോടത്തിലെത്തുന്നതിൽ ആരോ ഒരാൾ ഭഗവാനാണെന്നാണ് സങ്കല്പം. അതിനാൽ പള്ളിയോടത്തിലെത്തുന്നവരെ പാർത്ഥസാരഥിയുടെ പ്രതിനിധികളായാണ് വിശ്വാസികൾ കരുതുന്നത്. വഞ്ചിപ്പാട്ടിലൂടെയും ശ്ലോകങ്ങളിലൂടെയും പാടി ചോദിക്കുന്നതെന്തും ഇലയിൽ വിളമ്പിയാണ് സൽക്കരിക്കുന്നത്. 64 വിഭവങ്ങൾ ഒരുക്കിയാണ് പള്ളിയോടത്തിലെത്തുന്നവരെ സൽക്കരിക്കുന്നത്. ആറന്മുള സദ്യയിലെ എല്ലാ വിഭവങ്ങളും രുചിപ്പെരുമ തീർക്കുന്നവയാണ്. കവിയൂർ ഗുഹാക്ഷേത്രം പാണ്ഡവരുടെ വനവാസകാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ് ഇതെന്ന് ഐതിഹ്യത്തിൽ പറയുന്നു. വനനിബിഡമായ തൃക്കാക്കുടി ഗുഹാപരിസരത്ത് ഒളിവിൽ കഴിഞ്ഞ പാണ്ഡവർ പ്രദേശ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠയോടുകൂടിയ ഗുഹാക്ഷേത്രം നിർമ്മിച്ചുവെന്നാണ് വിശ്വാസം. കൗരവർ പാണ്ഡവരെ തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലാക്കിയ ഹനുമാൻ സഹോദരനായ ഭീമനെയും മറ്റു പാണ്ഡവരെയും കോഴിയുടെ രൂപത്തിലെത്തി അറിയിച്ചതിനാലാണ് ഇന്നും ക്ഷേത്ര നിർമ്മാണം പൂർണ്ണതയിൽ എത്താത്തതെന്ന് വിശ്വസിക്കപ്പെടുന്നു. മുതുകുളം പാണ്ഡവർക്കാവ് ക്ഷേത്രം വളരെ പ്രശസ്തമായ ദേവീക്ഷേത്രമാണ് പാണ്ഡവർക്കാവ് ക്ഷേത്രം. കുന്തിദേവി പ്രതിഷ്ഠിച്ച് പൂജിച്ചിരുന്നതാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. പാണ്ഡവ മാതാവായ കുന്തിദേവി ചെളികൊണ്ട് ഒരു ദേവീ വിഗ്രഹമുണ്ടാക്കി പ്രതിഷ്ഠിച്ചതാണ് ഇവിടുത്തെ പ്രധാന ദേവതയായ ദുർഗാദേവി എന്നാണ് വിശ്വാസം. തിരുവിതാംകൂറിലെ പ്രശസ്ത ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് മുതുകുളം മേജർ പാണ്ഡവർക്കാവ് ദേവീക്ഷേത്രം. മഹാഭാരത കാലത്തോളം പഴമ അവകാശപ്പെടുന്ന ഐതിഹ്യമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. പാണ്ഡവരുടെ വനവാസകാലത്ത് അവർ ഈ പ്രദേശത്ത് താമസിക്കുകയും അന്ന് മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന ചെളി ഉപയോഗിച്ച് കുന്തിദേവി തന്റെ തേവാരമൂർത്തിയായ ദുർഗാദേവിയുടെ വിഗ്രഹം നിർമ്മിച്ച് ആരാധിച്ചിരുന്നു എന്നും വിശ്വസിക്കപ്പെടുന്നു. കുന്തിദേവി ചെളികൊണ്ട് നിർമ്മിച്ച വിഗ്രഹമാണ് ഇപ്പോഴും ഇവിടുത്തെ മൂലവിഗ്രഹം. പഞ്ചലോഹ നിർമ്മിതമായ ഗോളക കൊണ്ട് ആവരണം ചെയ്ത് സംരക്ഷിച്ചും പൂജാതി കർമ്മങ്ങൾ നിർവഹിച്ചും പോരുന്നു. കുന്തിദേവി തന്റെ തേവാരമൂർത്തിക്ക് പ്രതിഷ്ഠാനന്തരം അന്ന് ഖാണ്ഡവ വനത്തിന്റെ ഭാഗമായിരുന്ന ഈ പ്രദേശത്ത് സുലഭമായി ലഭിച്ചിരുന്ന കദളിപ്പഴമാണ് ആദ്യമായി നിവേദിച്ചത്. ഹരിപ്പാട് കായംകുളം പാതയിൽ മുതുകുളം ജംഗ്ഷന് സമീപമാണ് ഈ ക്ഷേത്രം കുടികൊള്ളുന്നത്. പ്രധാന വഴിപാടുകൾ കദളിപ്പഴം നിവേദ്യം. മഹാഭാരത ചരിത്രത്തിലൂടെയുള്ള ഈ യാത്രയിൽ പങ്കാളികളായ എല്ലാ തീർത്ഥാടകർക്കും KSRTC ബജറ്റ് ടൂറിസം സെല്ലിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു.